ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മുത്തുമണികളെ, എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സൺഡേ ബ്ലോഗാണ് കേട്ടോ. ഇത് സൺഡേ ദിവസത്തെയാണ് കേട്ടോ. എല്ലാവർക്കും നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ തന്നെ ഷെയറും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തലേദിവസം തന്നെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതേ മാവ് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ എണീറ്റപ്പോൾ കറക്റ്റ് ഭാഗ്യത്തിന് പോയില്ല. ആ ഒരു രീതിയിലാണ് കേട്ടോ മാവ് കിട്ടിയത്. കുറച്ചും കൂടി നേരം വൈകിട്ടുണ്ടെങ്കിൽ മാവ് നിലത്തേക്ക് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അമർത്തി അടച്ച് വെച്ച കാരണം കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ അതേ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിട്ടുണ്ട്. ഇന്നും കൂടി എല്ലാം ഉള്ളൂ. ഇപ്പം ഒന്ന് സ്കൂള് മുടക്ക്. നാളെ വീണ്ടും സ്കൂൾ തുറക്കാണ്. ഓണ വെക്കേഷനൊക്കെ കഴിഞ്ഞു. പക്ഷെ കുട്ടികൾക്കൊക്കെ കുറച്ച് മടിയുണ്ട് കേട്ടോ പോകാനായിട്ട്. വേറെ നല്ല കുറച്ച് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകാനൊരു മടി ഉണ്ടാവുമല്ലോ. അതിപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എന്നാണ് ലീവ് കിട്ടുക എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. കലണ്ടറിൽ ഇങ്ങനെ ലീവ് നോക്കിക്കൊണ്ടിരിക്കുക. വേറെ ഒന്നല്ല, എവിടേക്കെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴാണ് കേട്ടോ പിന്നും പോക്കൊക്കെ കുറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞങ്ങളുടെയൊക്കെ സമയമായിരുന്നു എന്നും പോക്ക് തന്നെയായിരുന്നു കേട്ടോ. ഉമ്മയുടെ വീട്ടിൽ പോവുക, മൂത്താപ്പാടെ വീട്ടിൽ പോവുക, അങ്ങനെ ഓരോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒക്കെ പിന്നും കുറവാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം ഞങ്ങളാകെ പോകുന്നത് ഉമ്മയുടെ അടുത്തേക്കൊന്ന് പോവും. വല്ലപ്പോഴും അതെ 5 മാസമൊക്കെ കൂടുമ്പോഴാണ് പെങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോവാം. എൻ്റെ വീട്ടിലത്തെ കാര്യം പിന്നെ പറയും വേണ്ട. ഇപ്പോൾ ഒരു കൊല്ലം 1.5 കൊല്ലമായിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട്. അങ്ങനെ ഇപ്പോൾ അതേ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ ചട്നിയാണ്, നാളികേര ചട്നിയാണ് കേട്ടോ. പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ട്. അത് ഞാൻ കുക്കറിൽ പുറത്തേക്കൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് ചൂടാക്കി എടുക്കാൻ വെച്ചാൽ. അപ്പോൾ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറാണ് കേട്ടോ രാവിലെ. ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ലപോലെ പൊന്തിയ കാരണം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടി നേരം ചൂടാറാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് സമയമില്ല, കുറച്ച് നേരം വൈകിയിട്ട് കാരണം കൊണ്ട്. അപ്പം ഞാൻ അധികം നേരം ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് അടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് മാവ് കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്ര മതി. ഇതന്നെ ബാക്കി ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഇഡ്ഡലി തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം കൂടി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പൂച്ചയുടെ കാര്യം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂച്ച ഇന്നലെ കുട്ടികളെ ഇവിടെ വന്നത് വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രസവിച്ചത് ഇവിടെയാണോ ഇനി ഇല്ലം കിടത്തിയതാണോ എന്താണെന്നറിയില്ല. ഞങ്ങൾ എന്തായാലും വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കണ്ടത്. പൂച്ചകളൊക്കെ കൂടി വേറൊരു വീട്ടിലേക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ തന്നെയാണ് തോന്നുന്നുണ്ട് കൊണ്ടുവിട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ പൂച്ചകളൊന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. ഞാൻ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് പേടിയായ കാരണം കൊണ്ടാണ് ഞാനതിനെ അങ്ങോട്ട് പുറത്തേക്ക് ആക്കിയത്. ഇല്ലെങ്കിൽ അത് ഒരു ഇതാവുന്നിട്ട് ഞാൻ പുറത്തേക്ക് ആക്കുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള സ്ഥലവും ഇല്ല കേട്ടോ. എവിടെയെങ്കിലൊക്കെ ഒന്ന് മാറ്റി വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ റൂമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആകെ കുറച്ച് സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് മാറ്റിയത്. പിന്നെ ഈ തള്ളപ്പൂച്ച ഒരു പ്രാവശ്യം ചാടി വന്നിട്ട് കുട്ടികളൊക്കെ പേടിച്ച് രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ബാത്തൂസിൽ ചൂടാവിക്കൊക്കെ പനിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ഞാൻ പൂച്ചനെ പുറത്താക്കിയത്. ഈ തള്ളപ്പൂച്ച ശരിക്കും നമ്മുടെ കട്ടിൽമേക്കാണ് ചുമരിൻ്റെ മുകളിൽ കൂടെ ചാടി വരിക. അങ്ങനെ കുറേ പ്രാവശ്യം ഉണ്ടായ കാരണം കൊണ്ട് പേടിച്ചിട്ടാണ് അങ്ങനെ ആക്കിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇഡ്ഡലിയും ഇതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ നാളെ ഇപ്പോൾ സ്കൂളുണ്ടല്ലോ. അപ്പോൾ കുറച്ച് കുട്ടികളുടെ ബാഗൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉമ്മയുടെ അവിടെ ആയ കാരണം കൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു ബാഗൊക്കെ ഒന്ന് ഇതാക്കാനായിട്ട്. പിന്നെ ആ ബാഗാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോവുകയും ചെയ്തായിരുന്നു കേട്ടോ.
അങ്ങനെ ഇപ്പോൾ ആ ബാഗ് ഒന്ന് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ കുട്ടികളുടെ ഡ്രസ്സാണ്. അപ്പോൾ എന്തായാലും ഞാനത് ഷീറ്റിൻ്റെ മുകളിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഗ് ഉണങ്ങി കിട്ടും. അങ്ങനെ ഇപ്പോൾ ഇത് ഷീറ്റിൻ്റെ മുകളിലെല്ലാം എടുത്തിടുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലൈക്ക് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആരും ലൈവിലൊന്നും അങ്ങനെ കയറുന്നുണ്ടായിരുന്നില്ല. ഇനി സമയമൊക്കെ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ലൈവിലൊക്കെ കയറി എല്ലാവരും സപ്പോർട്ട് ചെയ്യും കേട്ടോ. എന്നാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന കാരണം കൊണ്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കയറാനൊന്നും പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി എല്ലാവരും പറ്റുന്ന രീതിയിൽ എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും സപ്പോർട്ടുള്ള കാരണം കൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാനൊക്കെ ഒരു പ്രചോദനമാവുന്നത്. തുടർന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ടുമാണ്. അത് പഴയ ആൾക്കാരായാലും അതെ പുതിയ ആൾക്കാരായാലും നല്ല സപ്പോർട്ടീവാണ് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ മോര് കറി വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മോര് കറി വയ്ക്കാൻ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു കഷ്ണം കൂടി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരും അങ്ങനെ മോര് കറി അങ്ങനെ കഴിക്കില്ല കേട്ടോ, കുറച്ചേ കഴിക്കുള്ളൂ. അപ്പം എന്താ കറി വയ്ക്കാമെന്ന് ആലോചിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ പിന്നെ വേറെ ഒന്നും രക്ഷയില്ല. കുമ്പളങ്ങ വയ്ക്കാൻ വെച്ചാൽ മീൻ നോക്കി നിന്ന് മീൻ കിട്ടിയില്ല കേട്ടോ. സൺഡേ ആയിട്ട് മീൻ എന്തെങ്കിലും വയ്ക്കാമെന്ന് വെച്ചിട്ട് അതും കിട്ടിയില്ല. അപ്പോൾ ആദ്യം ഞാൻ കുക്കറിലാണ് കേട്ടോ കുമ്പളങ്ങ കഴുകിയിട്ടത്. പിന്നെ വിചാരിച്ചു ചട്ടിയിൽ വയ്ക്കാമെന്ന്. അങ്ങനെ ചട്ടി ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുമ്പളങ്ങയും വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളക് നോക്കിയപ്പോൾ പച്ചമുളകില്ല, മോനാണ് കളിക്കാൻ പോയേക്കാം. അപ്പോൾ പിന്നെ ഇനി അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി നടക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വയ്ക്കാമെന്നുള്ളൊരു വിസിലടിച്ചാൽ മതി. പക്ഷേ ഞാൻ ചട്ടിയിൽ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ചട്ടിയിലൊക്കെ അങ്ങനെ പാചകം ചെയ്തിട്ട്. ഉപ്പേരിയൊക്കെ വെക്കാമെന്നല്ലാണ്ട് ഇങ്ങനെ അരച്ച കറികളൊന്നും ചട്ടിയിൽ അങ്ങനെ പിന്നെ വയ്ക്കുന്ന മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്കുള്ള നാളികേരം അരച്ചിട്ടുണ്ട്. ആ നാളികേരത്തിലേക്ക് ഞാൻ ഒരു 3 കുഞ്ഞുള്ളിയും ഒരു 2 ചെറിയ പീസ് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് നല്ല ജീരകവും ഒക്കെ കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈര് ഞാൻ ഇതേപോലെ ഒന്ന് നമ്മൾ വിസ്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. പക്ഷെ ഞാൻ മിക്സിയുടെ ജാറിൽ നാളികേരമായ കാരണം കൊണ്ട് ഞാനിതിപ്പോൾ വെറുതെ ഇതൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്ത് നല്ല തന്നെ ക്രീമി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുമ്പളങ്ങ അവിടെ വേവുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് മുള്ളനുണ്ട് കേട്ടോ, ഒരു 4-5 മുള്ളനും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മാന്തളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ആയതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ ഒന്ന് നോക്കട്ടെ എന്തായെന്ന് കേട്ടോ. കുമ്പളങ്ങ വേവാറാവുന്നുള്ളൂ കേട്ടോ, ഒന്നും കൂടി ഒന്ന് വെന്ത് വരണം കേട്ടോ. അങ്ങനെ അതൊന്നും കൂടി അടച്ച് വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വന്നപ്പോഴേക്ക് കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു. നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക വെച്ചിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അത് ചട്ടിയിലായ കാരണം അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചപ്പം തന്നെ അത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഈ കറിയൊന്ന് അപ്പുറത്തേക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചട്ടിയിലായ കാരണം കൊണ്ട് തന്നെ അത് നല്ല ചൂട് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇപ്പോൾ കറി ഞാൻ അപ്പുറത്തേക്ക് ഇറക്കി വെച്ചു. പിന്നെ ഒരു കുഞ്ഞ് ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറിയിലേക്ക് താളിപ്പൊന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ തിളച്ച് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അത് കഴുകി അടിക്കലും തുടയ്ക്കലൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ കുമ്പളങ്ങ അടുപ്പത്ത് വെച്ച് നേരം കൊണ്ട് എല്ലാ പണികളും വേഗം തീർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതേ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ താളിപ്പൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ അതേ മോര് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സമയത്ത് എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമാവുള്ളൂ. സ്കിപ്പ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ചോറൊന്നും അധികം കയറില്ല കേട്ടോ. എനിക്കിനി വാച്ചോറ് കുറച്ചും കൂടി മതി കേട്ടോ മോണിയാവാനായിട്ട്. അതിനുള്ള ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ താളിപ്പൊക്കെ ഒന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ
കുറച്ച് വേറെ ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണയൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മാന്തളും ഇത് നമ്മുടെ മുള്ളനും കൂടി ഒന്ന് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുരുമുളക് അത് കുറച്ച് എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ ഇതേപോലെ ഒന്ന് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണക്കിയെടുത്ത് നോക്കാം എന്താവുന്നൊന്നും അറിയില്ല വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.